ഈ നേഴ്സുമാരുടെ സമരത്തിലെ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും മുഴുവൻ മാനേജ് ചെയ്യുന്നത് ഭൂരിഭാഗവും ഏകദേശം ഒരു 75% മാനേജ് ചെയ്യുന്നത് ഇവിടുത്തെ ക്രിസ്ത്യൻ സഭകളും ഹിന്ദു സഭകളും മറ്റുള്ള മത സാമുദായിക സംഘടനകളും ഒക്കെ തന്നെയാണ്. ഇവർ വിചാരിച്ചാൽ തീരാവുന്ന സമരമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഇവരുടെ മാനേജ്മെന്റുകൾ നടത്തുന്ന ഈ പറഞ്ഞ മത സാമുദായിക സംഘടനകളുടെ മാനേജ്മെന്റ് നടത്തുന്ന ഹോസ്പിറ്റലുകളിൽ അവർ ഈ പറഞ്ഞ വേതനം ഇനി പോട്ടെ, ഇനി 30,000 രൂപയെങ്കിലും ആക്കി കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സമരത്തിന് ഒരു മാതൃകയായി മാറുകയാണ്. കാരണം ഇത് നിങ്ങൾ ആതുര സേവന രംഗത്ത് നിൽക്കുന്ന ആളുകളും അതേപോലെ തന്നെ ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്ന ആളുകളുമാണല്ലോ ഈ മത പുരോഹിതന്മാരും മത മേലധ്യക്ഷന്മാരും അതേപോലെ തന്നെ സന്യാസി ശ്രേഷ്ഠന്മാരും ഒക്കെയുള്ള മത സാമുദായിക സംഘടനകളൊക്കെ നടത്തുന്ന ഹോസ്പിറ്റലുകളുണ്ടല്ലോ. നിങ്ങളൊരു മാതൃകയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പാവപ്പെട്ട നേഴ്സുമാർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും അത് എന്നുള്ളത് ആദ്യമേ നിങ്ങളാണ് ഇതിന് മാതൃക കാണിക്കേണ്ട ആളുകളും. രണ്ടാമതായിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ, അതായത് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ അസോസിയേഷൻ മലപ്പുറത്ത് വെച്ച് ചേർന്ന ഒരു യോഗത്തിൽ അവരൊരു ഭീഷണി മുഴക്കുകയുണ്ടായി. നഴ്സുമാരെല്ലാം എത്രയും പെട്ടെന്ന് സമരം പിൻവലിച്ച് നിങ്ങൾ ജോലിയിൽ തിരിച്ച് പ്രവേശിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നടപടിയെടുക്കും, അതേപോലെ തന്നെ നിങ്ങളെ പിരിച്ചുവിടും, അതേപോലെ തന്നെ നോട്ടീസ് നൽകാതെയാണ് ഈ സമരം നടത്തിയത്, കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ അവർക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നു. അപ്പം ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അറിയിപ്പ് കിട്ടിയല്ലോ, അവർ സമരത്തിലാണെന്നും പറഞ്ഞല്ലോ, എങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അറിയിപ്പ് ലഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഇടപെടാമല്ലോ, നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഇടപെട്ട് പരിഹരിക്കാൻ സാധിക്കുമല്ലോ. അങ്ങനെ ചെയ്യുന്നതിന് പകരം പാവപ്പെട്ട നേഴ്സുമാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പലയിടത്തും ജോലിക്ക് തിരികെ കയറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്താ? ഈ പാവപ്പെട്ട നേഴ്സുമാരെ വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് കാര്യങ്ങൾ പരിഹരിക്കുകയല്ലേ വേണ്ടത്. അതിന് പകരം ഇത്തരം ഭീഷണികൾ മുഴക്കിക്കൊണ്ട് ആ നേഴ്സിംഗ് സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമല്ലേ. നമ്മുടെ മാലാഖമാരുടെ സമരം ന്യായമാണ്. ആ മാലാഖമാർക്ക് അർഹതപ്പെട്ട ശമ്പളം കൊടുക്കുകയും വേണം. നേഴ്സിംഗ് സമരത്തിൽ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇരട്ടത്താപ്പ് കാണിക്കുന്നത് മത സാമുദായിക സംഘടനകളല്ലേ? ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. ഇവിടെ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകൾ കൈകാര്യം ചെയ്യുന്നത് ഈ കേരളത്തിലെ മത സാമുദായിക സംഘടനകൾ തന്നെയാണ്. നമ്മളത് മനസ്സിലാക്കാതെ പോകരുത്. നിങ്ങളുടെ സമരത്തെ ഏത് രീതിയിലും അടിച്ചമർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ടാകാം. ഇതിൽ നുഴഞ്ഞു കയറി രാഷ്ട്രീയ കളികൾ നടത്തുന്നവരുണ്ടാകാം. തീർച്ചയായിട്ടും അതിലൊന്നും വീഴാതെ നിങ്ങൾ മുൻപോട്ട് തന്നെ പോയാൽ നിങ്ങൾക്ക് ആ വിജയം സുനിശ്ചിതമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കേരള സമൂഹം മൊത്തം നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. തീർച്ചയാണ്.